പുരോഹിതന് സൂപ്പർ പവർ ഉണ്ടെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കാരണം പുരോഹിതൻ ഒരു ഇൻസ്ട്രുമെൻറ്റ് മാത്രമാണ്, ദൈവകരങ്ങളിലെ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. കൂദാശ എന്നുള്ള കുറേ കൂടെ മീനിങ് ഫുള്ളാണ്. ഹീസ് എ സാക്രമെൻറ്റ്, എ പ്രീസ്റ്റ് ഈസ് എ സാക്രമെൻറ്റ്. പുരോഹിതൻ തലയെ കൈവെക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു മനുഷ്യൻ്റെ തലയിൽ വേറൊരു മനുഷ്യൻ കൈവെക്കുന്നു. അത് വിസിബിൾ സൈൻ, ഇൻവിസിബിൾ ഗ്രേസ് അതിലൂടെ കൈമാറപ്പെടുന്നു. പൗരോഹിത്യം ഒരു കൂദാശയാണ്, കാണുന്നതിനപ്പുറത്തുള്ളൊരു റിയാലിറ്റി, ഒരു കൃപയെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ് പുരോഹിതൻ. ഇപ്പം ഞാൻ എപ്പോഴും നമ്മുടെ ആൾക്കാരോട് തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇസ്ലാം മതത്തിലെ നോമ്പ് മനസ്സിലാക്കുന്നിടത്തോളം മജോറിറ്റി അല്ലെങ്കിൽ എല്ലാവരും തന്നെ നന്നായിട്ട് നോമ്പെടുക്കുന്ന ഒരു സമൂഹമാണ് അവർ. ശരിക്കും നമുക്കത് അപ്രീസിയേഷൻ ഉണ്ട് അതിനകത്ത്, എന്ത് നന്നായിട്ടാണ് അവർ നോമ്പെടുക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നോമ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം എല്ലാം കൈമോശം വന്ന് പോവുകയാണ്. ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ നോമ്പിനെ നിന്ദിക്കുകയല്ല വേണ്ടത്, നമ്മളെ ഇൻസ്പയർ ചെയ്യണം. നമുക്കും എടുക്കണം, നോമ്പും ഉപവാസമൊക്കെ എടുക്കണമെന്ന് മനസ്സിലാക്കുന്നിടത്ത് ഒരു അസൂയ ഉണ്ട്. പക്ഷെ അസൂയ ആരെയും മുറിവേൽപ്പിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നില്ല, നമ്മളെ തന്നെ നല്ലതാക്കുന്നു. ഹിന്ദുയിസത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത്രയും ടോളറൻസ് ഉള്ള റിലീജിയൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. എല്ലാവരെയും അംഗീകരിക്കാൻ, എല്ലാവരെയും വെൽക്കം. ഇന്ത്യ പോലൊരു നാട് വേറെ ഏതുണ്ട്? എല്ലാ മതങ്ങൾക്കും ഇടം കൊടുത്ത, എല്ലാവരെയും സ്വീകരിച്ച ഒരു നാട്. ഇപ്പം ഞാൻ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാത്രം, വേറെ ആരുടെയും ഞങ്ങൾ നോക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക്, ഒരുമിച്ച് വളരാൻ നമുക്ക്. വേഷവിധാനങ്ങളിലാണെങ്കിൽ ഇപ്പം അച്ഛന്മാരാണെങ്കിൽ ഈ ലോഹയുണ്ട്, സ്പിരിച്വൽ ലീഡേഴ്സിനും എല്ലാവരും അവരുടേതാകുന്നൊരു സംവിധാനം, ഒരു കാവ്യ കൊടുക്കുന്നവരുണ്ട്, അങ്ങനെ പല പല ആ വേഷം കാണിക്കുന്നുണ്ട്. ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ? രേണു, ഇനി അടുത്ത പ്രാവശ്യം ഒരു പോലീസുകാരൻ വരുമ്പോൾ ചോദിക്കണം, നിങ്ങൾക്ക് യൂണിഫോമിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം. ഒരു അഡ്വക്കേറ്റിനോട് ചോദിക്കണം, അവർക്ക് ഈ വേഷവിധാനത്തിൻ്റെ ആവശ്യമുണ്ടോ. ഒരു ഡോക്ടറിനോട് ഈ ഓവർകോട്ടിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം. എല്ലാത്തിനും വേഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വൈ? കാരണം നമ്മൾ ഈ ബോഡിയിൽ ജീവിക്കുന്നത് കൊണ്ട് വി ഹാവ് സെൻസസ്, നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനൊരു വേഷം ആവശ്യമാണ്. ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, പിശാച് പ്രലോഭകനാണ്, ടെംപ്റ്റേഷൻ തന്നുകൊണ്ടിരിക്കും. നന്മയ്ക്ക് അതിന് മാത്രം ഒരു ടെംപ്റ്റേഷനൊന്നുമില്ല. നമ്മൾ പല പാപങ്ങളും ചെയ്യുന്നത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊന്നുമല്ല, ഇഷ്ടപ്പെട്ടാണ്. അത് നമ്മളെ ആകർഷിക്കുന്നുണ്ട് പാപത്തിലേക്ക്, ആകർഷണമുണ്ട് അതിന്. നമ്മൾ ചെയ്യുന്നത് നന്മയെ കൊണ്ട് കട്ടിലടി വെക്കും. ആരും അറിയണ്ട, അറിയട്ടെ. അത് അറിയുന്നത് ബോസ്റ്റിംഗ് അല്ല, ആ നന്മ വേറെ ആളെ ഇൻസ്പയർ ചെയ്യട്ടെ. ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് 4 പേർ അറിയട്ടെ. ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിൽ ഒരാൾ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ ഹി ഓർ ഷീ വാസ് ദ ഓഡ് മാൻ ഔട്ട്, അങ്ങനെയായിരുന്നു. ഇന്ന് കോളേജിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നവൻ ഓഡ് മാനാണ്. വിശ്വാസം ഉണ്ടെന്ന് പറയുന്ന ഒരാൾ ഓഡ് മാൻ ഔട്ടായി. അപ്പോൾ എന്ത് പറ്റുന്നറിയാമോ? വിശ്വാസം മൈനോറിറ്റിയായി. ഇന്ന് വിശ്വാസം ഇല്ലെന്ന് പറയുന്നത് മജോറിറ്റിയായി. അപ്പോൾ ഈ മൈനോറിറ്റിക്ക് ഒരു പ്രഷർ എപ്പോഴും ഉണ്ട്, മെജോറിറ്റിയിലേക്ക് മേർജ് ചെയ്യാൻ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ഉള്ളിൽ നന്മയുണ്ടെങ്കിലും, ഉള്ളിൽ ഫെയ്ത്ത് ഉണ്ടെങ്കിലും ഇല്ലെന്ന് ഭാവിക്കും. എന്തിന്? ഈ കാലത്തേക്ക് ഒരു അപ്ഡേറ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെയാണ്. എനിക്ക് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ കേട്ടൊരു ഇതിൻ്റെ ബാക്കിയാണ് ഞാൻ പറയാം. ഇപ്പം അന്ന് തൊട്ട് കേൾക്കുന്നതാണ്, എന്തെങ്കിലും ഒരു കുസൃതി പ്രശ്നം ഇതെല്ലാം വരുമ്പോൾ ഇറങ്ങിക്കോ, അച്ഛൻ്റെ അടുത്ത് പോയി തലയെ കൈ വെച്ച് പ്രാർത്ഥിപ്പിക്കാം. മോൻ കുസൃതി കാണിക്കുകയാണെങ്കിൽ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു അച്ഛൻ്റെ അടുത്ത് കൊണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിക്കാം. ഇതൊരു അച്ഛൻ മാത്രമല്ല, ഇത് ഞാൻ മറ്റു മതങ്ങളിലും കണ്ടിട്ടുണ്ട്. ഉസ്താദിൻ്റെ അടുത്ത് പോവുക, മൗലിയാരുടെ അടുത്ത് പോവുക, അതുപോലെ അമ്പലത്തിലെ പൂജാരിയുടെ പൂജ ചെയ്യുക, ഇതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഈ അച്ഛന്മാർ പ്രാർത്ഥിക്കുമ്പോൾ, തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു മാറ്റം വരുന്നു. ആ ഒരു വിശ്വാസം, ഒരു സ്പിരിറ്റിനെ, അവരുടെ വാശികളോ ദുർവാശികളോ മാറുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ ആയിരിക്കാം അതിൻ്റെ പിന്നിൽ. വട്ട് ഐ വോണ്ട് ടു നോ ഈസ്, അങ്ങനെ ഒരു സൂപ്പർ പവർ ഈ സ്പിരിച്വൽ ലീഡേഴ്സിന്, അച്ഛന്മാർക്ക് ഉണ്ടോ? ഒരു ക്രിസ്ത്യൻ കാറ്റഗറീസ് വെച്ച് എനിക്ക് പറഞ്ഞു തരേണ്ടി വരും, ബട്ട് ഇറ്റ് വിൽ ബി കൺവിൻസിങ്. ഒരു ക്രിസ്ത്യൻ ബേസിലാണ് കേൾക്കുന്നതെങ്കിൽ, അപ്പോൾ ഇത് കേൾവിക്കാരും അങ്ങനെ തന്നെ കേട്ടാലേ അത് മനസ്സിലാകത്തുള്ളൂ. റേനു, കൂദാശകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടില്ലേ? പണ്ട് സൺഡേ സ്കൂളിൽ പഠിച്ച കാലത്ത് അമ്മ നിർബന്ധിച്ച് വിട്ടൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അതെ, കൂദാശകളുടെ ഡെഫിനിഷൻ ഓർക്കുന്നുണ്ടോ? ഒരു ക്ലാസിക്കൽ ഡെഫിനിഷനുണ്ട് കൂദാശകൾക്ക്. അദൃശ്യമായ കൃപാവരത്തെ സൂചിപ്പിക്കുന്ന ദൃശ്യമായ അടയാളങ്ങൾ. എന്നുവെച്ചാൽ ഒരു ഇൻവിസിബിൾ ഗ്രേസ് ആണ് സംഭവിക്കുന്നത്. കാണുന്നത് ഒരു വിസിബിൾ സൈനാണ്. ഉദാഹരണത്തിന് മാമോദിസ, നമ്മൾ കാണുന്ന എന്താ? വെള്ളം കോരി തലയിലോട്ട് ഒഴിക്കുന്നു, വിസിബിൾ സൈൻ. പക്ഷെ ഇൻവിസിബിൾ ഗ്രേസ് അതിനകത്ത് കിട്ടുന്നു. അല്ലെങ്കിൽ നമ്മൾ കൺഫർമേഷൻ, ഈ തൈലാഭിഷേകം, സ്ഥൈര്യലേപനം എന്നൊക്കെ പറയുന്നത് എന്താ നടക്കുന്നത്? എണ്ണയെടുത്ത് തൈലം എടുത്ത് നെറ്റിയിൽ പൂശുന്നു. അതെന്താ? വിസിബിൾ സൈൻ. കാണുന്നത് അതേ ഉള്ളൂ. നടക്കുന്ന എന്താ? ഇൻവിസിബിൾ ഗ്രേസ്. നമ്മൾക്ക് കാണാത്തൊരു ഗ്രേസ് ആളിലേക്ക് എത്തുന്നു. സ്പിരിച്വൽ റിയാലിറ്റിയാണ്. അല്ലെങ്കിൽ കുർബാന അർപ്പണം, നമ്മൾ കാണുന്നത് എന്താ? അപ്പവും വീഞ്ഞും. അത് വിസിബിൾ സൈൻ. ഇൻവിസിബിൾ റിയാലിറ്റി എന്താ? ഗ്രേസ് കിട്ടുന്നു, ഒരു ഇൻവിസിബിൾ ഗ്രേസ് കിട്ടുന്നു. ഒരു പുരോഹിതൻ ഒരു കൂദാശയാണ്.
പുരോഹിതൻ ഒരു സൈനേ ആവുന്നുള്ളൂ, ഒരു കൂതാശയാണ്. പുരോഹിതൻ തലയെ കൈവെക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു മനുഷ്യൻ്റെ തലയിൽ വേറൊരു മനുഷ്യൻ കൈവെക്കുന്നു. അത് വിസിബിൾ സൈൻ, ഇൻവിസിബിൾ ഗ്രേസ് അതിലൂടെ കൈമാറപ്പെടുന്നു. പൗരോഹിത്യം ഒരു കൂതാശയാണ്, കാണുന്നതിനപ്പുറത്തുള്ളൊരു റിയാലിറ്റി, ഒരു കൃപയെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ് പുരോഹിതൻ. റെനു ചോദിച്ചത് പുരോഹിതന് സൂപ്പർ പവർ ഉണ്ടോ? ഇല്ല, പുരോഹിതന് സൂപ്പർ പവർ ഇല്ല. പുരോഹിതൻ ഒരു കൂതാശ മാത്രമാണ്. ദൈവത്തിൻ്റെ ശക്തി പുരോഹിതൻ്റെ കൂടെ അവിടേക്ക് എത്തുന്നു, സൈൻ മാത്രമാണ്. പുരോഹിതന് സൂപ്പർ പവർ ഉണ്ടെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കാരണം പുരോഹിതൻ ഒരു ഇൻസ്ട്രുമെൻറ്റ് മാത്രമാണ്, ദൈവകരങ്ങളിലെ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഒരു കൂതാശ എന്നുള്ള കുറേ കൂടെ മീനിങ് ഫുള്ളാണ്. ഹീസ് എ സാക്രമെൻറ്റ്, എ പ്രീസ്റ്റ് ഈസ് എ സാക്രമെൻറ്റ്, കൂതാശയാണ്. യെസ്. ഇപ്പോൾ ഇതര മതങ്ങളെക്കുറിച്ച് ചോദിച്ചു. ഇതര മതങ്ങളിൽ ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ കാണും, എനിക്കതിനപ്പുറത്ത് പറയാൻ അറിഞ്ഞുകൂടാ ഇതര മതങ്ങളെക്കുറിച്ച്. ഇപ്പോൾ ചോദിച്ചില്ലേ, മുസ്ലിയാർ എടുക്ക പോകുന്നതോ അല്ലെങ്കിൽ ഒരു പൂജാരി എടുക്ക പോകുന്നതോ, ഒരു സൈക്കോളജിക്കൽ ഹീലിംഗ് നിശ്ചയമായിട്ടും മനുഷ്യർക്കുണ്ടാകും. കാരണം മനുഷ്യനൊരു പ്രതീക്ഷയുണ്ട്. ഈയിടെ ഞാനൊരു ഫാമിലിയെ കണ്ടു. ഒരു പറയായിരുന്നു, അപ്പൻ ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു, മരിച്ചുപോയി, ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. ഡോക്ടേഴ്സ് അധികം ആയുസ്സൊന്നും പറഞ്ഞില്ല. മകൾ നേഴ്സാണ്. അപ്പോൾ അവസാനത്തെ ഒരു 10 വർഷം ഇദ്ദേഹത്തിന് വേദനയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് വൈറ്റമിൻ ഗുളിക തന്നെയാണ്. പക്ഷേ മോള് ഒരു ഗുളിക പൊട്ടിച്ച് ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ട് കൊടുക്കും, ഈ അപ്പനത് കുടിക്കും. ഹി വാസ് ഓക്കെ. അപ്പോൾ ഈ മകളും മകളുടെ ഹസ്ബൻഡും കൂടി ഇരുന്നാണ് എന്നോട് പറയുന്നത്. ഇങ്ങനെയാണ് അപ്പൻ ഓക്കെ ആയിരുന്നത്. സൈക്കോളജിക്കൽ ഹീലിംഗ് നടന്നത്. മെനി ഓഫ് അവർ ഡിസീസസ് ആർ സൈക്കോസൊമാറ്റിക്. സൈക്കോളജിക്കൽ ഹീലിംഗ് നടന്നാൽ ബോഡിയിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് കാണാൻ പറ്റും. പല അസുഖങ്ങൾക്കും ഇന്ന് കാണുന്ന സ്ട്രെസ് റിലേറ്റഡ് ഫിസിക്കൽ ഡിസീസസ് ഉണ്ട്. കാരണം അതിൻ്റെ കോസ് കിടക്കുന്ന എവിടെയാണ്? മൈൻഡിലാണ്, സ്ട്രെസ്സാണ്. പക്ഷേ അതിനെ അവിടെ ഹീൽ ചെയ്താൽ അത് ബോഡിയിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് കാണിക്കും. ഒത്തിരി ഉണ്ട് അങ്ങനെ. അപ്പോൾ തമാശ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് ഈ ചേച്ചിയുടെ ഒരു മരുന്ന് മേടിച്ച് കഴിക്കുന്നില്ല. കാരണം ചേച്ചി നേഴ്സാണ്, പുള്ളിക്ക് എന്ത് മരുന്നായി തരുന്ന അറിയത്തില്ലോ. അതുകൊണ്ട് പുള്ളി നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയി നേരിട്ട് വാങ്ങിച്ചേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അതിനകത്തൊരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും ഉണ്ട് ഇത്തരം കാര്യങ്ങളിൽ. യെസ്. വേഷവിധാനങ്ങളിലാണെങ്കിൽ ഇപ്പം അച്ഛന്മാരാണെങ്കിൽ ഈ ലോഹയുണ്ട്, ഇത് തന്നെ കപ്പുച്ചൻ അച്ഛന്മാരുടെ ബ്രൗണ്, പിന്നെ ചരട് കെട്ടുന്നവർ, ബെൽറ്റ് കെട്ടുന്നവർ പലതുണ്ട്. ഇപ്പോൾ സ്പിരിച്വൽ ലീഡേഴ്സിനും എല്ലാവരും അവരുടേതാകുന്നൊരു സംവിധാനം, ഒരു കാവ്യ കൊടുക്കുന്നവരുണ്ട്, അങ്ങനെ പല പല ആ വേഷം കാണിക്കുന്നുണ്ട്. ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനൊരു അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? പറയണു. ഇനി അടുത്ത പ്രാവശ്യം ഒരു പോലീസുകാരൻ വരുമ്പോൾ ചോദിക്കണം, നിങ്ങൾക്ക് യൂണിഫോമിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം. രണ്ടല്ലേ, അത് ലോ ആൻഡ് ഓർഡർ അല്ലേ? ഫൈൻ. ഒരു അഡ്വക്കേറ്റിനോട് ചോദിക്കണം, അവർക്ക് ഈ വേഷവിധാനത്തിൻ്റെ ആവശ്യമുണ്ടോ. ഒരു ഡോക്ടറിനോട് ഈ ഓവർകോട്ടിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം. എല്ലാത്തിനും വേഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വൈ? കാരണം നമ്മൾ ഈ ബോഡിയിൽ ജീവിക്കുന്നത് കൊണ്ട് വി ഹാവ് സെൻസസ്. നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനൊരു വേഷം ആവശ്യമാണ്. ഒരു വേഷം അതിൻ്റെ ഭാഗം കൂടിയാണ്. ഈ വേഷം ഇട്ടത് കൊണ്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഒന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു ബോധം വെക്കും, വി ആർ സെപ്പറേറ്റഡ്. ശരിക്കും ഈ അച്ഛന്മാരുടെ കൂതാശയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വേർതിരിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. യു ആർ സെപ്പറേറ്റഡ്, യു ആർ നോട്ട് ലൈക്ക് ദം, യു ആർ ഡിഫറെൻറ്റ്. ആ ഫീൽ ഞങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളെക്കാളേറെ ഞങ്ങൾക്ക് തന്നെ ഇത് വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. ഐ എം നോട്ട് ലൈക്ക് ദം. എന്തൊരു വ്യത്യാസം എനിക്കുണ്ട്. ആ വ്യത്യാസം പിന്നെ ഞങ്ങളുടെ ആ കമ്മിറ്റ്മെൻറ്റിൻ്റെയും ഒക്കെ സൈനായിട്ടാണ് ഈ കുപ്പായം. അത് തീർച്ചയായിട്ടും ഒരു വിശുദ്ധ വേഷമാണ്. കാരണം ഇത്ര ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അച്ഛന്മാരുടെ വേഷങ്ങളുടെ വ്യത്യാസങ്ങൾ പോലും അവരുടെ കാരിസ്വമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതെന്നെ അറിയാമെന്ന് അറിഞ്ഞുകൂടാ. അച്ഛന്മാർ തന്നെ 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ്, നല്ല അച്ഛന്മാർ മോശം അച്ഛന്മാർ എന്നുള്ളതല്ല. സന്യാസ വൈദികരുണ്ട്, റിലീജിയസ് പ്രീസ്റ്റ്. ഞങ്ങൾ സെക്കുലർ പ്രീസ്റ്റാണ്. സെക്കുലർ പ്രീസ്റ്റ് മീൻസ് ഇടവക പട്ടക്കാർ, ഇടവകയിൽ വികാരിയുമായിട്ടിരിക്കുന്ന അച്ഛന്മാർ. അടുത്തത് സന്യാസ വൈദികർ, ദേ ആർ സെപ്പറേറ്റഡ് മോർ. അവരൊരു ആശ്രമത്തിൽ ജീവിക്കുന്നവർ, ഒരുമിച്ച് കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുന്നവർ. ഞങ്ങൾ ഇടവകളിൽ വികാരിയായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ. വി ലിവ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പീപ്പിൾ. ദാറ്റ്സ് വൈ വി ആർ കോൾഡ് സെക്കുലർ പ്രീസ്റ്റ്. ദേ ആർ റിലീജിയസ് പ്രീസ്റ്റ്, ദേ ആർ സെപ്പറേറ്റഡ്. അപ്പോൾ അവരുടെ വേഷങ്ങൾ കുറച്ചുകൂടെ വ്യത്യാസങ്ങളും വരും. ഒരു കുറേ കൂടെ സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും അതൊക്കെ ഫോളോ ചെയ്യുന്നത്. ഞങ്ങൾ കുറേ കൂടെ വേറൊരു കോളാണ് ഞങ്ങളുടെ, ഡിഫറൻസ് ഉണ്ട്. യെസ്, വേഷങ്ങൾ വേണം ഇവിടെ കേട്ടോ, വേഷം വേണം. യെസ്. നിങ്ങൾക്ക് ഇഷ്ടമല്ല പൊതുവെ ആളുകൾക്ക് ഞങ്ങൾ ലോഹയിട്ട് നടക്കുന്നുണ്ട് ഇഷ്ടക്കാരുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ചോദ്യം തീർന്നു. നമുക്ക് ലോഹയിട്ട് നടക്കുന്ന അച്ഛാ, പലപ്പോഴും വിശ്വാസങ്ങൾക്ക് മറ്റു വിശ്വാസങ്ങളോട് അസൂയാണോ എന്ന് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് സ്നേഹബന്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ വലിയ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. അതെന്തിനാണ് അങ്ങനെ ഒരു അകലം അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ? സ്നേഹബന്ധങ്ങളുടെ കാര്യം നമ്മളോട് അത് സംസാരിച്ചു. അസൂയ എന്നുള്ള വാക്കെടുക്കാം, വേണമെങ്കിൽ അസൂയ എന്നുള്ള വാക്കെടുക്കാം. അസൂയ കുറച്ചുള്ളത് നല്ലതാണ്. എങ്ങനെയെന്നറിയാമോ? അസൂയ ക്യാൻ ബി ഓഫ് 2 ടൈപ്പ് ജലസി. വൺ ഈസ് കൺസ്ട്രക്റ്റീവ്, അതർ ഈസ് ഡിസ്ട്രക്റ്റീവ്. ചില ഞാൻ മറ്റു മതങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുകയാണ് അവിടെ ഒരു നല്ല കാര്യം ഉണ്ട്. എൻ്റെ ശൈലിയിൽ ആ നല്ലതില്ല. ഞാനും കുറച്ചൊക്കെ അത് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഒരു അസൂയ ഉണ്ട് ബേസിൽ, പക്ഷേ ആ അസൂയ ആരെയും മുറിവേൽപ്പിക്കുന്നില്ല. ദാറ്റ്സ് ബിൽഡിങ്, നല്ലതാക്കുക. വേറെ ഒരെണ്ണമുണ്ട് ഡിസ്ട്രക്റ്റീവ് അസൂയ. അതിനെന്നറിയാമോ?
അവിടെ ഒരു നല്ല കാര്യമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ അതില്ല, അവരുടെ കയ്യിലും അത് വേണ്ട എന്ന് പറയുന്നതാണ് ഡിസ്ട്രക്റ്റീവ്. അപ്പോഴാണ് ഈ അസൂയ അപകടമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റാം. ഉദാഹരണം പറയാൻ പറ്റും നമുക്ക്. ഇപ്പം ഞാൻ എപ്പോഴും നമ്മുടെ ആൾക്കാരോട് തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇസ്ലാം മതത്തിലെ നോമ്പ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മജോറിറ്റി അല്ലെങ്കിൽ എല്ലാവരും തന്നെ നന്നായിട്ട് നോമ്പെടുക്കുന്ന ഒരു സമൂഹമാണ് അവർ. ശരിക്കും നമുക്കത് അപ്രീസിയേഷൻ ഉണ്ട് അതിനകത്ത്. എന്ത് നന്നായിട്ടാണ് അവർ നോമ്പെടുക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നോമ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം എല്ലാം കൈമോശം വന്ന് പോവുകയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ നോമ്പിനെ നിന്ദിക്കുകയല്ല വേണ്ടത്, നമ്മളെ ഇൻസ്പയർ ചെയ്യണം. നമുക്കും എടുക്കണം, നോമ്പും ഉപവാസമൊക്കെ എടുക്കണമെന്ന് മനസ്സിലാക്കുന്നിടത്ത് ഒരു അസൂയ ഉണ്ട്. പക്ഷെ അസൂയ ആരെയും മുറിവേൽപ്പിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നില്ല, നമ്മളെ തന്നെ നല്ലതാക്കുന്നു. ക്രിസ്ത്യാനിറ്റിക്കും ഉണ്ട്. ഇപ്പം ഈയിടെ കമലഹാസൻ്റെ ഒരു ഇത് റീല് കണ്ടു കാണും, നിങ്ങൾ കണ്ടു കാണും. അതായത് കമലഹാസൻ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം കൈൻഡ് ഓഫ് റിലീജിയസ് ആണ്, അങ്ങനെ മതത്തോട് വലിയ ചായവുള്ള ആളല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുകയാണ്, എന്തൊക്കെയാണെങ്കിലും, അങ്ങനെ അദ്ദേഹം തുടങ്ങുന്നത്, എന്തൊക്കെയാണെങ്കിലും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ ചെയ്ത ചാരിറ്റിയെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. അതായത് മതം എന്നുള്ളത് പൂജാവിധികൾക്കും ദേവാലയങ്ങൾക്കും പുറത്തോട്ട് കൊണ്ടുപോയി മനുഷ്യ സ്നേഹത്തിന്, മാനവികതയ്ക്ക് ഹൈലൈറ്റ് ചെയ്യാൻ നമുക്ക് പറ്റി. നല്ലതാണ്. അതിനെ മറ്റുള്ളവരും അപ്രീഷിയേറ്റ് ചെയ്യുകയും അവരും അത് ടേക്കപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ നന്മയുണ്ടാകും. ഹിന്ദുയിസത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത്രയും ടോളറൻസ് ഉള്ള റിലീജിയൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. എല്ലാവരെയും അംഗീകരിക്കാൻ, എല്ലാവരെയും വെൽക്കം. ഇന്ത്യ പോലൊരു നാട് വേറെ ഏതുണ്ട്? എല്ലാ മതങ്ങൾക്കും ഇടം കൊടുത്ത, എല്ലാവരെയും സ്വീകരിച്ച ഒരു നാട്. അതിൻ്റെ ബേസിക് കാര്യം ദിസ് ഹിന്ദു ഫിലോസഫി തന്നെയാണ്. അപ്രീഷിയേറ്റിംഗ് ആണത്, ടോളറൻസ് ഉണ്ടത്, നല്ല കാര്യമാണത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് പഠിക്കണം, നല്ലത് അപ്രീഷിയേറ്റ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അസൂയ എന്നൊരു വിഷയം നെഗറ്റീവായിട്ട് മാറുന്നില്ല, പക്ഷേ മ്യൂച്വൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ അതുകൊണ്ടെങ്കിൽ നല്ലതാണ്, അത് തെറ്റായിട്ട് എടുക്കണ്ട. ഇപ്പം ഞാൻ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാത്രം, വേറെ ആരുടെയും ഞങ്ങൾ നോക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് വളരാം നമുക്ക്. യെസ്, ഇനി ദൈവം നമ്മുടെ ഉള്ളിലെ നന്മയാണ് ദൈവം എന്ന് പറയും. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമ മാത്രം എടുത്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും വില്ലൻ സെലിബ്രേറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ നന്മകൾ ഒരു 100 ചെയ്താലും തിന്മകളാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഉള്ളിലെ നന്മ ദൈവം അങ്ങനെ ഉണ്ടെങ്കിൽ പോലും തിന്മകളെ ഇത്രയധികം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? മനുഷ്യനൊരു ബേസിക് ഇൻക്ലിനേഷൻസ് ഉണ്ട് തിന്മയിലേക്ക്. ബേസിക്കാണത്, നമുക്ക് എല്ലാവർക്കും എങ്ങനെയോ അത് വന്നിട്ടുണ്ട്, മനുഷ്യൻ്റെ പ്രകൃതിയിൽ അത് കിടപ്പുണ്ട്. അത് മാത്രമല്ല, ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, പിശാച് പ്രലോഭകനാണ്, ടെംപ്റ്റേഷൻ തന്നുകൊണ്ടിരിക്കും. നന്മയ്ക്ക് അതിന് മാത്രം ഒരു ടെംപ്റ്റേഷനൊന്നുമില്ല. നമ്മൾ പല പാപങ്ങളും ചെയ്യുന്നത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊന്നുമല്ല, ഇഷ്ടപ്പെട്ടാണ്. അത് നമ്മളെ ആകർഷിക്കുന്നുണ്ട് പാപത്തിലേക്ക്, ആകർഷണമുണ്ട് അതിന്. പിന്നെ വേറൊന്നുള്ളത്, തിന്മ വർക്ക് ചെയ്യുന്നൊരു അജണ്ട വെച്ചാണ്. ഒരു അജണ്ടയുണ്ട്, ഒരു ഗ്രൂപ്പ് എഫേർട്ടുണ്ട് തിന്മയ്ക്ക്. നന്മ ചെയ്യുന്നവർ പലപ്പോഴും ഐസൊലേറ്റഡ് ആണ്. അവരവരുടെ നന്മയായിട്ട് സമാധാനമായിട്ട് ഒറ്റയ്ക്കൊക്കെ ജീവിക്കണം. നമ്മളിപ്പോൾ സൊസൈറ്റി നോക്കിയാൽ തന്നെ ഉണ്ടല്ലോ, 100 പേരെ എടുത്താൽ 90 പേര് നല്ല മനുഷ്യരാണ്, 90 പേര് നല്ലതാണ്. പൊതു സൊസൈറ്റിയിൽ 5 or 10 ഉള്ളൂ മോശമെന്ന് പറയാൻ. നമ്മളങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല, ഞാൻ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ 100 മോശമായിട്ട് തോന്നും. എന്നറിയാമോ? ഈ തിന്മ ലൗഡാണ്. തിന്മയ്ക്കൊരു അജണ്ടയുണ്ട്, തിന്മ ഗ്രൂപ്പ് വർക്ക് ചെയ്യും, നന്മ അത് ചെയ്യുന്നില്ല. നമ്മളിനി ചെയ്യേണ്ടത് നന്മയെ ലൗഡാക്കണം. അതാണ് ഈ ചെയ്യേണ്ടത്, കൗണ്ടർ വർക്ക് ചെയ്യേണ്ടതാണ്. നല്ല കാര്യങ്ങളെ ലൗഡാക്കണം. അതാണ് ഈശോ അന്നേ പറഞ്ഞത്, നിങ്ങളുടെ വിളക്ക് പീഠത്തിൻ്റെ മേൽ വെക്കണം, കട്ടിലിൻ്റെ അടി കൊണ്ട് വെക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്നത് നന്മയെ കൊണ്ട് കട്ടിലിനടി വെക്കും. ആരും അറിയണ്ട. അറിയട്ടെ, അത് അറിയുന്നത് ബോസ്റ്റിംഗ് അല്ല, ആ നന്മ വേറെ ആളെ ഇൻസ്പയർ ചെയ്യട്ടെ. ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് 4 പേരെ അറിയട്ടെ. ഇപ്പോൾ രേണു ചെയ്യുന്നൊരു നല്ല കാര്യം 4 പേരെ അറിയിക്കണമെന്ന് ഞാൻ പറയുന്നത് എന്തറിയാമോ? അത് രേണുവിന് പ്രൈഡ് ഉണ്ടാകാനല്ല. വേറൊരാൾ ചിന്തിക്കുമ്പോൾ രേണു ഇത്രയും മോഡേണായിട്ട് കുട്ടി പോലും ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പോൾ അത് വേറൊരാളെ ഇൻസ്പയർ ചെയ്യും. രേണുവിന് ദൈവവിശ്വാസം ഉണ്ടെന്നുള്ളത് എത്ര പേര് ഇൻസ്പയർ ചെയ്യുമെന്നറിയാമോ? കാരണം ബീയിങ് എ സെലിബ്രിറ്റി രേണു ഇതൊക്കെ കാര്യമായിട്ട് എടുക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ? ഇങ്ങനെയുള്ളവർക്ക് ആർക്കും ഇതൊന്നും ഇല്ലെന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ കുട്ടികൾ അതിലേക്ക് സ്വാധീനിക്കപ്പെട്ടു. ഇതൊന്നും ഇല്ലാതിരിക്കുന്നതാണ് ന്യൂ നോർമൽ. അപ്പം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിൽ ഒരാൾ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ ഹി ഓർ ഷീ വാസ് ദ ഓഡ് മാൻ ഔട്ട്, അങ്ങനെയായിരുന്നു. ഇന്ന് കോളേജിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നവൻ ഓഡ് മാനാണ്. വിശ്വാസം ഉണ്ടെന്ന് പറയുന്ന ഒരാൾ ഓഡ് മാൻ ഔട്ടായി. അപ്പോൾ എന്ത് പറ്റുന്നറിയാമോ? വിശ്വാസം മൈനോറിറ്റിയായി. ഇന്ന് വിശ്വാസം ഇല്ലെന്ന് പറയുന്നത് മജോറിറ്റിയായി. അപ്പോൾ ഈ മൈനോറിറ്റിക്ക് ഒരു പ്രഷർ എപ്പോഴും ഉണ്ട്, മെജോറിറ്റിയിലേക്ക് മേർജ് ചെയ്യാൻ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ഉള്ളിൽ നന്മയുണ്ടെങ്കിലും ഉള്ളിൽ ഫെയ്ത്ത് ഉണ്ടെങ്കിലും ഇല്ലെന്ന് ഭാവിക്കും. എന്തിന്? ഈ കാലത്തേക്ക് അവർ അപ്ഡേറ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെൻഡായിട്ട് മാറുന്നു തിന്മ. ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നന്മ ഗ്രൂപ്പ് എഫേർട്ട് എടുക്കണം, നന്മ അജണ്ട വെക്കണം. അജണ്ട വെക്കുന്ന ആരെയും ഇല്ലാതാക്കാനല്ല, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം. നന്മ പ്രൈവറ്റ് വർക്കാകരുത്. ഇന്ന് നന്മ പ്രൈവറ്റാണ്. നമ്മുടെ വിശ്വാസം എൻ്റെ പ്രൈവറ്റ് അഫെയർ, ആരെയും കാണിക്കണ്ട. ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആരും അറിയണ്ട.
മോശം കാര്യങ്ങൾ എല്ലാവരും അറിയിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് ചെയ്യണം, അതാണ് ചെയ്യേണ്ടത്. ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. കിട്ടാൻ വെരി വെരി ക്ലിയർ. യെസ്, ഓക്കെ. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജി ഉണ്ട്, അത് കർമ്മ ഈസ് എ ബൂമറാങ്, വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അച്ഛൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? റെനുവിനല്ലേ നല്ല വിശ്വാസമുള്ള കർമ്മയെക്കുറിച്ച്? അതിലെനിക്കുണ്ട്. നല്ല കാര്യം. അപ്പം കർമ്മ എന്തായിട്ടാണ് റെനു മനസ്സിലാക്കുന്നത്? അതായത് ഞാൻ ചെയ്തു വെക്കുന്നതിന് ഞാൻ അനുഭവിക്കും, ഒരാളുടെ പ്രവൃത്തിയുടെ ഫലം ആൾ അനുഭവിക്കും എന്നതാണോ കർമ്മയായിട്ട് മനസ്സിലാക്കുന്നത്? അതൊന്നുണ്ട്. ഒന്ന്, നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് വരും, അത് തന്നെയാണ് ഈ പറഞ്ഞത്. അത് വരും. രണ്ട്, നമ്മളിപ്പോൾ ചില സമയത്ത് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, ഒരാവശ്യമില്ലാതെ ആളുകൾ നമ്മളെ ദ്രോഹിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായ സമയങ്ങളിലൊക്കെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അതിനെക്കുറിച്ച് ഓർക്കാനോ അതിൽ റിവെഞ്ച് എടുക്കാനോ അല്ല നമ്മൾ നടക്കേണ്ടത്. ഫർഗെറ്റ് ഇറ്റ്, മൂവ് ഓൺ. പറ്റുമെങ്കിൽ ക്ഷമിക്കും. ആ സെന്റൻസിലോട്ടാണ് നമ്മൾ വന്നത്. അത് അവർക്ക് കിട്ടാനുള്ളത് കിട്ടും. പക്ഷെ പിന്നീട് ജീവിതത്തിൻ്റെ യാത്രകളിൽ ഞാൻ മനസ്സിലാക്കുന്നു, അവർക്കത് കിട്ടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിപ്പ് ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, എവിടെന്നെങ്കിലും അടി കിട്ടും, അതായിരിക്കും. അപ്പം അച്ഛൻ്റെ അങ്ങനത്തെ വിശ്വാസങ്ങൾ എങ്ങനെയാണ്? ആ സച്ച് കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ കർമ്മയെ വിശ്വസിക്കാത്തതിൻ്റെ കാരണം പാപത്തിന് പരിഹാരമുള്ളത് കൊണ്ടാണ്. പാപത്തിന് പരിഹാരമുള്ളിടത്തോളം കർമ്മയല്ല ഇവിടെ റൂൾ ചെയ്യുന്നത്. കർമ്മ റൂൾ ചെയ്താൽ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ല. കർമ്മ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നോളൂ, ദൈവത്തിൻ്റെ ആവശ്യമില്ല. പാപത്തിന് പരിഹാരമുള്ളത് ദൈവം ഉള്ളത് കൊണ്ടാണ്. ഉദാഹരണം പറഞ്ഞുതരാം. ബൈബിളിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, ജൂദസ് ആൻഡ് പീറ്റർ. ഈശോയുടെ 2 ശിഷ്യന്മാരാണ്. ജൂദസിന് സംഭവിച്ചത്, ജൂദസ് കർമ്മയുടെ പുറകെ പോയി. എന്താണ്? ഞാൻ തെറ്റ് ചെയ്തു, കുറ്റം ചെയ്തു. കുറ്റത്തിൻ്റെ ബാക്കിയുള്ള വാക്ക് എന്താ? ഒരു ഫേമസ് നോവൽ ഉണ്ടല്ലോ, കുറ്റവും ശിക്ഷയും. കുറ്റത്തിൻ്റെ ബാക്കി ശിക്ഷയാണ്. അത് കർമ്മയുടെ ലൈനാണത്. ഇതിനേക്കാൾ വേണമെങ്കിൽ പറയാം ഗൗരവമുള്ളൊരു സിൻ ചെയ്ത ഒരാളാണ് പീറ്റർ. കാരണം യൂദാസ് ഒറ്റ തവണയെ ഒറ്റിക്കൊടുത്തു. പീറ്റർ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. യൂദാസ് വൺ among 12 disciples. പീറ്റർ വാസ് ദ ലീഡർ ഓഫ് ദം. 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. പക്ഷെ പീറ്റർ റിയലൈസ് ചെയ്തത് ദിസ് ഇസ് സിൻ, പാപമാണ് ചെയ്തത്. കുറ്റത്തിൻ്റെ ബാക്കി ശിക്ഷയാണെങ്കിൽ പാപത്തിന് ബാക്കിയായിട്ടൊരു വാക്ക് വരേണ്ടത് പരിഹാരമാണ്. പീറ്റർ എന്ത് ചെയ്തു? ഈശോയിലേക്ക് നോക്കി, തിരിച്ചെടുക്കപ്പെട്ടു. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അതായത് ഒരു റിഗ്രറ്റ് ഫീൽ ഉണ്ടാകുക, തിരുത്താൻ മനസ്സ് കാണിക്കുക. അപ്പോഴും റെനു പറഞ്ഞൊരു വിഷയം കിടപ്പുണ്ട്. ഞാൻ മോഷ്ടിച്ചു, ഫോർ എക്സാമ്പിൾ, മോഷ്ടിച്ചു, ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു, ആ തെറ്റേറ്റു പറയുന്നു, പറ്റിപ്പോയി. സ്റ്റിൽ ഒരു പ്രോബ്ലം ബാക്കിയാണ്. മോഷ്ടിച്ച് താൻ അറിയിരിക്കുകയാണ്. മോഷ്ടിച്ച് താൻ എൻ്റെ ഇരിക്കുന്നിടത്തോളം ജസ്റ്റിസ് ഈസ് നോട്ട് ഫുൾഫിൽഡ്. അത് ഫുൾഫിൽ ചെയ്താൽ മതി, അത് ഫുൾഫിൽ ചെയ്യണം. ശരിക്കും ഇത്തരം ടീച്ചിങ്സ് ചർച്ചിൽ പണ്ട് തൊട്ടേ ഉണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. ദരിദ്രരെ, വിധവകളെ, അനാഥരെ വേദനിപ്പിക്കരുത്. അവരെ വേദനിപ്പിച്ചുള്ള കുഴപ്പം എന്താ? അവരെ വേദനിപ്പിച്ചാൽ റിവെഞ്ച് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും വരുന്നതെന്ന് പറയും. കാരണം എന്താ? ആരുമില്ലാത്തവർക്ക് ദൈവം തുണയ്ക്ക് വരുമെന്നൊരു കൺസെപ്റ്റ്. അല്ലെങ്കിൽ വേലക്കാർക്ക് കൂലി കൊടുക്കണം, സോഷ്യൽ ജസ്റ്റിസിൻ്റെ വിഷയമാണ്. വേലക്കാർക്ക് കൂലി കൊടുക്കാതെ പുണ്യം പറയരുത്, പണിയെടുക്കുന്നവന് ന്യായമായ കൂലി കൊടുക്കണം. ഇതെല്ലാം ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജസ്റ്റിസ് ഈസ് നോട്ട് കർമ്മ. ആക്ച്വലി രണ്ടാണ്, അത്രയേ ഉള്ളൂ പറയുന്നുള്ളൂ. കർമ്മ ആ സച്ച് ഞാൻ ബിലീവ് ചെയ്യുന്നു വെച്ചാൽ ഇല്ല, ബിക്കോസ് ഐ ബിലീവ് ഇൻ ഗാഡ്. മോഷണം കുഴപ്പമില്ല, കൊലപാതകം ആകുമ്പോൾ പ്രശ്നമാണ്. എങ്ങനെ പശ്ചാത്തപിച്ചാലും എന്ത് ചെയ്താലും അതിനൊരു പരിഹാരമുണ്ട്. ലൈക്ക് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ശിക്ഷയ്ക്കും ഓരോ തരമാണ്. ഇനി അതെ, മനഃപൂർവ്വമായ കൊലപാതകം ഈസ് എ സീരിയസ് സിൻ. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ ലിസ്റ്റില്ലേ, ദോസ് സിൻസ് വിച്ച് ക്രൈ ഔട്ട് ഫോർ വെഞ്ചൻസ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ട് നമുക്ക്. 4 പാപങ്ങളാണ്. ദ ഫസ്റ്റ് വൺ ഡെലിബറേറ്റ് ഹോമിസൈഡ് ആണ്, മനഃപൂർവ്വമായ കൊലപാതകം. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കായേനോട് ദൈവം ചോദിക്കും, നിന്റെ സഹോദരനായ ആബേലിന്റെ രക്തം നിനക്കെതിരെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു, ക്രൈങ് ഫോർ വെഞ്ചൻസ്. ശരിയാണത്. പക്ഷെ അപ്പോഴും ദൈവത്തിന് കരുണ കാണിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ അളവ് നിശ്ചയിക്കരുത്, നമ്മളല്ല ദൈവം. അതുകൊണ്ടാണ് അങ്ങനെ സഹോദരനെ കൊന്ന കായേന് ദൈവം ശിക്ഷ കൊടുക്കുന്നു. അപ്പോൾ കായൻ പറയുന്നുണ്ട്, അയ്യോ എനിക്കിനി പുറത്തിറങ്ങാൻ പറ്റുകയില്ല, എല്ലാവരും കൂടെ എന്നെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലും. അപ്പോൾ ദൈവം പറഞ്ഞെന്നറിയാമോ, നിൻ്റെ മേൽ എൻ്റെ മുദ്ര ഞാൻ വെക്കുന്നു. ആരുടെ മേലെന്നറിയാമോ? സഹോദരനെ കൊന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ മുദ്ര വെക്കുന്നു, ആരും നിന്നെ തൊടില്ല. അപ്പം നമ്മൾ ചോദിക്കും, എന്നാ മര്യാദയെ കർത്താവേ? ദൈവത്തെ മര്യാദ പഠിപ്പിക്കാൻ നമ്മളാരാണ്? ദൈവത്തിൻ്റെ കരുണയാണ് അൾട്ടിമേറ്റ് നിയമം. ഒരാൾ റിഗ്രറ്റ് ചെയ്താൽ ദൈവത്തിന് കരുണ കാണിക്കാം, അതിന് നമ്മൾ അതിർവരമ്പുകൾ നിശ്ചയിക്കരുത്. ഒരു തരത്തിലും ജസ്റ്റിസ് ഭയങ്കരമായ ഒരു ജസ്റ്റിസ് ഡ്രിവൺ പേഴ്സൺ ആണ് ഞാൻ. അപ്പം എനിക്ക് പറയുമ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് നീതിയായി പോകും. അതാണ്. പക്ഷെ ഞാൻ അതാരാണെങ്കിലും അറിയാതെ നമ്മുടെ ഉള്ളിൽ മനുഷ്യൻ ഉയർന്നു വരുന്ന സ്വാഭാവികമായിട്ട്. ഇപ്പം മതങ്ങളുടെയൊക്കെ ആത്യന്തികമായൊരു ലക്ഷ്യം ശരിക്കും എന്തായിരിക്കണം? അതിന് നമ്മൾ കാണുമ്പോൾ എന്താണെന്ന് ചോദിപ്പിക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ആ സംശയം വരുന്നത്. വളരെ സിമ്പിൾ ആക്കി എടുക്കാം നമുക്കിതൊക്കെ. മതങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം എന്നെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കുക.
റെനുവിനെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കുക. അങ്ങനെ ഞാനും റെനുവും ഈ ഇരിക്കുന്നവരൊക്കെ ബെറ്റർ പേഴ്സൺസ് ആകുമ്പോൾ ഇവിടെ ഒരു ബെറ്റർ സൊസൈറ്റി ഉണ്ടാകുക. ആ ബെറ്റർ സൊസൈറ്റി മുന്നോട്ട് യാത്ര ചെയ്യുക, ഒരു ഡിവൈൻ ഡിറക്ഷനിലേക്ക് യാത്ര ചെയ്യുക. സിമ്പിൾ. അത്രയും ചെയ്യാൻ പറ്റുമ്പോഴാണ് മതം വിജയിക്കുന്നത്. ഇത് ഫുൾഫിൽ ചെയ്യാതെ വരുമ്പോഴേക്കും മതം പരാജയപ്പെട്ടു പോകുന്നുണ്ട്. സമ്മതിക്കണം നമ്മൾ. ഇപ്പം എന്നെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കുന്നില്ലെങ്കിൽ, സൊസൈറ്റി അത് ബെറ്റർ ആക്കുന്നില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുന്നു. അതുപോലെ തന്നെ ഇപ്പം എനിക്കിതിൻ്റെ പേഴ്സണലി എനിക്കതിൻ്റെ ഉത്തരം അറിയാം. കാരണം ഞാൻ മാത്രമല്ലല്ലോ, എല്ലാവരും അല്ല. അതെന്താന്ന് വെച്ചാൽ, കാരണം നമ്മളൊരു ക്രിസ്ത്യൻ ബിലീഫിൽ അടിച്ചു പിടിച്ചുവാണെങ്കിലും നമ്മൾ വളരുന്ന കൂടെ നമുക്ക് ആ ചെറിയ വേദവശ പുസ്തകം പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളോട് ഒരുപാട് പറയുന്ന കാര്യങ്ങളുണ്ട്, വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം കോപം, വിദ്വേഷം, അസൂയ, വഞ്ചന, ഇതിനെല്ലാം പ്രാർത്ഥന എങ്ങനെയാണ് ഒരാളെ രൂപപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് എങ്ങനെയാണ് ഇതിനൊരു മാറ്റം വരിക? പ്രാർത്ഥന മാത്രമല്ല, ഈ വാല്യൂ ഫോർമേഷൻ, ഈ ഗോസ്പൽ വാല്യൂ ഫോർമേഷൻ, അതിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നത്. പിന്നെ ഓൾസോ പ്രയർ ഹെൽപ്പ് ചെയ്യും. കാരണം വികാരങ്ങളെന്ന് പറയുന്നുണ്ടല്ലോ, ദേ ആർ മോർ ഇൻസ്റ്റിങ്സ്. എൻ്റെ കർണത്തൊരാൾ അടിച്ചാൽ തിരിച്ച് അവൻ്റെ കർണക്കുറ്റി നോക്കി കൊടുക്കുന്നതാണ് ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ്. ഏത് മനുഷ്യനും തോന്നിപ്പോവും. അത് കൊടുക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് എൻ്റെ സ്പിരിച്വൽ ഗ്രോത്ത്. കാരണം അവൻ എന്നെ അടിച്ചത് ഒരു പക്ഷേ അവൻ്റെ അറിവുകേട് കൊണ്ട്, അവൻ്റെ ആ നേരത്തെ ഒരു ഇമോഷണൽ ഇംബാലൻസ് കൊണ്ട് ആണെന്ന് റിയലൈസ് ചെയ്ത് അവിടെ ആ നേരത്തെ കുറേ കൂടെ മച്ചുവേർഡ് ആകുന്നത് കൂടിയാണ് സ്പിരിച്വാലിറ്റി. ഈയിടെ എനിക്ക് തോന്നുന്നത് ശശി തരൂറിൻ്റെ പ്രസംഗത്തിലാണെന്ന് തോന്നുന്നു ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്. ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയുമല്ലോ. അപ്പം ഞാൻ പോയി ഗൂഗിളിൽ നോക്കി. എൻ്റെ ഓർമ്മ ശശി തരൂറിൻ്റെ വായിൽ നിന്നാണ് കേട്ടതെന്നാണ്. ഞാൻ ഗൂഗിളിൽ നോക്കി, ഗൂഗിളിൽ ആ വാക്കുണ്ട്. ഭയങ്കര രസമുള്ള വാക്കാണ്, ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്. എൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കുന്നതും അംഗമായിരിക്കുന്നതും ഏത് മതത്തിലും ആകട്ടെ, ഡീപ്പ് ഇൻസൈഡ് വി ആർ ഹാവിങ് ക്രിസ്ത്യൻ വാല്യൂസ്. അതിനെയാണ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. വി മേ നോട്ട് അപ്പിയർ ആസ് ക്രിസ്ത്യൻ, ബട്ട് ഡീപ്പ് ഇൻസൈഡ് വി ഹാവ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്. അതിനെക്കുറിച്ച് പറയുന്ന ഇതാണ്, ഒരു കാരണത്തടിക്കുന്നവനോട് ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ലെങ്കിൽ അൾട്ടിമേറ്റ് കെയോസ്. നേരത്തെ പറഞ്ഞ വാക്കാണ്. നമുക്ക് കിട്ടുന്നതിനെല്ലാം തിരിച്ചു കൊടുക്കാൻ എല്ലാവരും തുടങ്ങിയാൽ ഇവിടെ എന്തായിരിക്കും ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത്? ഓരോ രാജ്യവും യുദ്ധത്തിനിറങ്ങും. ഓരോ രാജ്യവും പോലും നെഗോസിയേഷൻ ഇല്ല, ഫൊർഗീവ്നെസ് ഇല്ല. ഇതാവശ്യമുണ്ട് ഇവിടെ ജീവിക്കാൻ. ഞാൻ ഈയിടെ ഏതോ ഒരു സിനിമയുടെ ക്ലിപ്പ്, സുരാജ് വെഞ്ഞാറമൂടിൻ്റെയാണ്, ഞാനത് ട്രെയിലറാണോ കണ്ടേ അതോ ക്ലിപ്പാണോ കണ്ടെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇങ്ങനെ ഒരു ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തൊരു ഫേസുമായിട്ട് ഡ്രൈവിംഗ് സീറ്റിലാണ്. അപ്പോൾ ഏത് സിനിമയാണ് അറിയാമെങ്കിൽ പറയണം. അതായത് ആൾക്കാർ ആരൊക്കെയോ കാറിനകത്തുണ്ട്. അപ്പോൾ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ് ഇയാൾ. അപ്പോൾ ഇയാൾ പറയുന്നൊരു ഡയലോഗ്, എനിക്ക് സ്നേഹമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്കത് കിട്ടിയിട്ടില്ല എന്നാണ്. അതായത് സ്നേഹം കിട്ടാത്ത എല്ലാവരും വെറുപ്പുമായിട്ട് ഇറങ്ങിയാൽ ഈ ലോകം എങ്ങനെയാവും? അവിടെയാണ് ഡിവൈൻ സ്പേസ് വേണ്ടത്. ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കണം. അടി കിട്ടിക്കൊണ്ടിരുന്നതിന് മറുകരണവും അടി കിട്ടിയാൽ ഞാൻ സ്വാഭാവികമായ സംശയങ്ങൾ ഒരു മനുഷ്യനുണ്ടാവുന്നതാണ്. അപ്പോൾ വീണ്ടും അവൻ്റെ ആ കരണത്തും അടി കിട്ടിയാൽ, അത് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, ആ അടിയും കിട്ടുന്നു, വീണ്ടും അടി കിട്ടുന്നു, നിരന്തരം ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും അത് ബൈബിളിൽ ഒറിജിനലി ഉപയോഗിക്കുന്നത് വലത് കരണത്തടിക്കുന്നവന് ഇടത് കരണം കാണിച്ചു കൊടുക്കാന്നുള്ളത്. അതിന്റെ മീനിങ് വേറെ ഒന്നുമാണ് ശരിക്കും ഒറിജിനലി. ഈ റോമൻ ഭരണത്തിന്റെ കീഴിലാണ് യഹൂദർ കിടന്നത്. അപ്പോൾ ഈ പടയാളികൾ ഈ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ ലെഫ്റ്റ് ഇങ്ങനെ പുറം കൈകൊണ്ട് അടിക്കും. ഇത് ആക്ഷേപിക്കുന്നതാണ്, ഇത് പരിഹസിക്കുന്നതാണ്, നിന്ദിക്കുന്നതാണ്. അപ്പോൾ ചില നിന്നാപമാനങ്ങൾ ഏറ്റെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ചുമ്മാ നിന്ന് അടി വാങ്ങുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അപ്പം അച്ഛാ, ഇറ്റ് വാസ് എന്താ എൻലൈറ്റൻമെൻ്റ് ഒക്കെ വരുന്ന പോലെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഡീപ്പായിട്ട് മനസ്സിലായി. ചിലതിൽ ഇനിയും എനിക്ക് ചോദിക്കാനുണ്ടെങ്കിലും സമയപരിമിതം ആയ ഒരു പരിപാടി ആയതുകൊണ്ട് ചോദിക്കാൻ നമുക്ക് അവസരങ്ങൾ ഉണ്ടാവട്ടെ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട്. ശരിക്കും എനിക്കും ഒത്തിരി നന്ദിയുണ്ട്. കാരണം ദിസ് ഇസ് മൈ ഫസ്റ്റ് അറ്റംപ്റ്റ് ആക്ച്വലി. എന്ന് വെച്ചാൽ ഒരു സെക്കുലർ പ്ലാറ്റ്ഫോമിലേക്ക്, ബീങ് എ റിലീജിയസ് പേഴ്സൺ, ആ ഫീൽഡിൽ മീഡിയ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സെക്കുലർ ഓഡിയൻസിനും സെക്കുലർ പ്ലാറ്റ്ഫോമിലേക്കും ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു ചുവടെടുത്ത് വയ്ക്കുന്നത്. ആൻഡ് യു മെയ്ഡ് ഇറ്റ്. താങ്ക് യു റെനു ആൻഡ് ഈ സംവിധാനത്തിന്, നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിന്, സോഷ്യൽ മീഡിയ ഹാൻഡിലിന് ഹൃദയപൂർവ്വമായ നന്ദി എൻ്റെ പേരിലും. നമുക്ക് ആഗ്രഹിക്കാം എല്ലാം നല്ലതാകട്ടെ, നന്മയുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം. താങ്ക് യു ഫാദർ. യെസ്.